ചെയർ. സ്കൂളിൽ നിന്നും പഠിച്ച നമ്മുടെ പ്രിയ ശ്രീജയ്ക്ക് അനുമോദനം നൽകുന്നതിന് വേണ്ടി എസ് കെ പബ്ലിക് സ്കൂൾ ഒരുക്കിയിട്ടുള്ള അനുമോദന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കും എസ് കെ പബ്ലിക് സ്കൂൾ ചെയർമാൻ ശ്രീ എസ് കുമരേശൻ എന്നിവർ തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട the 57th rank in civil service examination. Her success is not only a personal milestone, it's auspicious function by inviting the blessings of the Almighty. Now I invite our students to present the prayer song, filling this gathering with positivity. Goal, attention! Goal, talented! Goal, attention! Prayer! കുട്ടിയെ അനുമോദിക്കാൻ പറ്റിയൊരു വലിയ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനൊരു സ്വാഗതഗാനം ആലപിക്കാൻ പോവാണ്. നമ്മുടെ മിനി സുൽബ ടീച്ചർ രചിച്ച് ഞാൻ ട്യൂൺ ചെയ്ത ഒരു സോങ് ആണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. സ്വാഗതം 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 എല്ലാം കൊണ്ട് ശ്രീജയുടെ വിജയം എന്ന് പറയുന്ന മഹത്തായ ഒരു വിജയമാണ്. ആ വിജയത്തിൽ എസ് കെ പബ്ലിക് സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥിനികളും പങ്കുചേരുകയാണ്. അതിന്റെ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇനി ബാക്കിയുണ്ട് ഒത്തിരി അനുമോദന പ്രസംഗങ്ങളുണ്ട്. അതിൽ ബാക്കി സ്ഥാനം വഹിക്കുന്ന എസ് കെ പബ്ലിക് സ്കൂളിന്റെ ചെയർമാൻ ആരാധ്യനായ ശ്രീ എസ് കുമരേശൻ സാറിനാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായ സ്വാഗതം അർപ്പിക്കുന്നു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീജയ്ക്ക് 57ാം റാങ്ക് കിട്ടിയ ആ സമയം മുതൽ ഈ സമയം വരെ എന്നെ നിരന്തരം വിളിക്കുകയാണ്. നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ കൊടുക്കാം. ആ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സാർ. Miss Srija with a token of appreciation from SK Public School.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പം അത് നിങ്ങളോടാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് റാങ്കൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ ടീച്ചർമാരും നിങ്ങളുടെ പാരൻസ് ഒക്കെ പറയും ആ ചേച്ചിയെ കണ്ട് പഠിക്കണം കേട്ടോ, ആ ചേച്ചിയെ കണ്ട് ആ ചേച്ചി ഇത്ര നന്നായിട്ട് പഠിച്ചില്ലേ, നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് എത്തത്തില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കും കേട്ടോ. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് ആർക്ക് ദേഷ്യമൊന്നും തോന്നല കേട്ടോ, ഞാനൊന്നും പറയല്ലേ, അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ബിൽഡിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പുതിയതായിട്ട് നരുവാമുട്ടിൽ താമസം ആയിട്ടാണ് ഈ സ്കൂളിലോട്ട് വരുന്നത്. അന്ന് ഒരു നല്ല യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കുറച്ച് ദിവസം മുന്നെയാണ് ആ യൂണിഫോമിൽ നമുക്കൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് ഞാൻ കാണാനില്ലായി. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത് SK സ്കൂളിൻ്റെ ബെൽറ്റ് ആണല്ലോ, ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുവാണല്ലോ എന്ന്. അപ്പം കണ്ടപ്പോൾ ഒത്തിരി ഇപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളൊക്കെ ആയിട്ട് കാണുന്ന സാഹചര്യം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ചെയ്തില്ലായിരുന്നു, ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു. പക്ഷെ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. പിന്നെ ഇതൊരു എന്താ പറയുക, അന്നൊക്കെ ഉണ്ടായ ഒരു ബേസിന്റെ കാരണത്താലായി